നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 13 വ്യാഴാഴ്ച. ഞാൻ എം ജയപ്രകാശ്. വയനാട്ടിൽ തുടർച്ചയായ രണ്ടാം ദിനവും കാട്ടാന യുവാവിനെ കൊന്നു. അട്ടമല ഏറാട്ടുകുണ്ടിലാണ് ദാരുണ സംഭവം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിംഗാണ് പത്രങ്ങളിലെ മറ്റൊരു പ്രധാന വാർത്ത. 5 മൂന്നാം വർഷ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റാകാൻ ചരടുവലി തുടങ്ങി. പത്രങ്ങളിൽ വാർത്തകൾ നിരവധിയുണ്ട്. നോക്കാം വിശദമായി. ആദ്യം മാതൃഭൂമിയിലേക്കാണ്. ആനക്കലി തീരുന്നില്ല. വയനാട്ടിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. 24 മണിക്കൂറിനിടെ രണ്ടാമത്തെ മരണം. സംഭവം മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് സമീപം. തുടർച്ചയായ രണ്ടാം ദിവസവും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമായി. ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് സമീപം അട്ടമലയിലാണ് ചൊവ്വാഴ്ച രാത്രി ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണൻ എന്ന 27-കാരനാണ് മരിച്ചത്. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ മെഴുകൻമൂല ഉന്നതിയിൽ താമസിക്കുന്ന മാനു 46-നെ തിങ്കളാഴ്ച രാത്രി കാട്ടാന കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് വീണ്ടും മരണം. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് അട്ടമല ഡിവിഷനിൽ തേയിലത്തോട്ടത്തിലൂടെയുള്ള വഴിയിൽ ചവിട്ടി അരച്ച നിലയിലാണ് ബുധനാഴ്ച രാവിലെ 8:30-യോടെ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചൂരൽമലയിൽ നിന്ന് കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിരുന്ന പാടിയിലേക്ക് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ബാലകൃഷ്ണൻ ചെന്നിരുന്നു. പിന്നീട് ഏറാട്ടുകുണ്ട് കോളനിയിൽ താമസിക്കുന്ന സഹോദരനെ കാണുന്നതിന് രാത്രിയിൽ പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം. ബുധനാഴ്ച രാവിലെ പണിക്ക് വരാഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് 1:15-ഓടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ഈ വർഷം വയനാട്ടിൽ വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 4-ാമത്തെയാളാണ് ബാലകൃഷ്ണൻ. വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. വയനാട് ജില്ലയിൽ വ്യാഴാഴ്ച 6 മുതൽ 6 വരെ UDF ഹർത്താൽ. വന്യമൃഗ ആക്രമണത്തിനിരയാകുന്ന മനുഷ്യജീവന് വില നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് പെരുന്നാൾ എന്നീ യാത്രകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായി UDF ജില്ലാ ചെയർമാൻ KK അഹമ്മദ് ഹാജിയും കൺവീനർ PT ഗോപാലക്കുറുപ്പും അറിയിച്ചു. വന്യജീവി ആക്രമണം. വയനാടിന് 50 ലക്ഷം രൂപ അനുവദിച്ചു. വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് അടിയന്തര ധനസഹായമായി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചു. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 26-ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന് 50 ലക്ഷം രൂപ നൽകണമെന്ന് വയനാട് കലക്ടറുടെ ആവശ്യം അംഗീകരിച്ചതിനെ തുടർന്നാണ് ഉത്തരവ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന് ക്രൂരം ഹൃദയഭേദകം എന്നാണ് മാധ്യമം തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വാർത്തയിലേക്ക്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് ക്രൂരമായ റാഗിംഗ്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരെ റാഗ് ചെയ്ത സംഭവത്തിൽ 5 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കി അതിൽ സ്പിരിറ്റ് പുരട്ടി വേദനയിൽ പുളയുന്നത് നോക്കി രസിക്കുന്ന ക്രൂരവിനോദമായിരുന്നു പല ദിവസങ്ങളിലും അരങ്ങേറിയിരുന്നത്. വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ചു പിടിപ്പിക്കൽ, നഗ്നരാക്കി നിർത്തൽ, സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ എന്ന വ്യായാമ ഉപകരണം തൂക്കൽ, കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, മദ്യപിക്കാൻ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ തുടങ്ങിയ പീഡനങ്ങളും പതിവായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. 3-ാം വർഷ വിദ്യാർത്ഥികളായ മലപ്പുറം വണ്ടൂർ
കരിമാരപ്പറ്റ വീട്ടിൽ രാഹുൽ രാജ്, മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത്, മൂന്നലവ് വാളകം കരപ്പള്ളി ഭാഗത്ത് കീരിപ്ലാക്കൽ വീട്ടിൽ സാമുവൽ, വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് വീട്ടിൽ ജീവ, കരുത്തോട് വീട്ടിൽ വിവേക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അറസ്റ്റിലായ 5 പേരെയും നഴ്സിംഗ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സീനിയർ അധ്യാപകരുടെ അന്വേഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് പറഞ്ഞു. സംഭവത്തെപ്പറ്റി ആരോഗ്യ സർവകലാശാല മേധാവിക്കും കോട്ടയം പോലീസ് ചീഫിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ പിന്നാലെ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. രഞ്ജി ട്രോഫി കേരളം സെമിയിൽ. പുണെ. അവസാനം വരെ ഉദ്യോഗം നിറഞ്ഞുനിന്ന രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ ജമ്മുകാശ്മീരിനെ സമനിലയിൽ തളച്ച് സെമിയിലെത്തി കേരളം. ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ഒറ്റ റൺ ലീഡിന്റെ ബലത്തിലായിരുന്നു കേരളത്തിന്റെ സെമി പ്രവേശനം. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടുകയും അവസാന ദിവസം പുറത്താകാതെ 44 റൺസ് നേടുകയും ചെയ്ത സൽമാൻ നിസാറാണ് കളിയിലെ താരം. ഗുജറാത്താണ് സെമിയിൽ കേരളത്തിന് എതിരാളികൾ. 17-നാണ് മത്സരം. 2018-19 സീസണിന് ശേഷം ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി സെമിയിൽ എത്തുന്നത്. പുതിയ ആദായനികുതി ബിൽ പാർലമെന്റിലേക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ആദായനികുതിയിൽ കിഴിവ് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ആദായനികുതി ബിൽ 2025 വ്യാഴാഴ്ച പാർലമെന്റിലേക്ക്. ക്രിപ്റ്റോ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ വിവരം ആവശ്യപ്പെടുന്ന പുതിയ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയാണ് ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക. നിലവിലെ ആദായനികുതി നിരക്കുകളിലും മൂലധന നികുതി നിരക്കുകളിലും മാറ്റമൊന്നും നിർദ്ദേശിക്കാത്ത ബിൽ ആദായനികുതി കിഴിവിന് അർഹമായ സംഭാവനകൾക്കുള്ള ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നു. നികുതി കണക്കാക്കുന്ന മൂല്യനിർണയ വർഷം ഇനി മുതൽ നികുതി വർഷം ആയി മാറും. ആദായ നികുതിയിൽ നിന്നുള്ള കിഴിവുകൾ ഏതൊക്കെയെന്ന് പുതിയ ബില്ലിന്റെ 8-ാം അധ്യായത്തിലാണുള്ളത്. ഈ അധ്യായത്തിലെ 123 മുതൽ 154 വരെയുള്ള വ്യവസ്ഥകൾ കിഴിവുകൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കുന്നു. ശമ്പളത്തിന്റെ നികുതിയിൽ നിന്നുള്ള ഇളവുകളായ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ് തുടങ്ങിയ ഇളവുകൾ ഒരുമിച്ച് രേഖപ്പെടുത്തുന്ന തരത്തിലാണ് ബില്ലിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. സിഖ് വിരുദ്ധ കലാപം. സജ്ജൻ കുമാർ കുറ്റക്കാരൻ. 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് മുൻ MP സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് ഡൽഹി കോടതി. കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ 2ാമത്തെ ശിക്ഷാവിധിയാണിത്. വിചാരണ കോടതികൾ 2 കേസുകളിൽ കുറ്റവിമുക്തനാക്കിയതിനെതിരായ 2 അപ്പീലുകൾ കൂടി ഹൈക്കോടതി പരിഗണനയിലുണ്ട്. 1984 നവംബർ 1 ഡൽഹി സരസ്വതി വിഹാറിൽ നടന്ന ആക്രമണത്തിനിടെ ജസ്വന്ത് സിംഗ് മകൻ കരുൺദീപ് സിംഗ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ സംബന്ധിച്ച വാദം ഫെബ്രുവരി 18 നടക്കും. ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം തടവും പരമാവധി വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് സജ്ജൻ കുമാറിനെതിരെയുള്ളത്. സ്വകാര്യ സർവകലാശാല ബിൽ മാർച്ച് 3 സഭയിൽ. സ്വകാര്യ സർവകലാശാല ബിൽ മാർച്ച് 3 നിയമസഭയിൽ അവതരിപ്പിക്കും. വ്യാഴാഴ്ച അവസാനിക്കുന്ന സഭാ സമ്മേളനം മാർച്ച് 3 പുനരാരംഭിക്കുക. ബുധനാഴ്ച ചേർന്ന കാര്യോപദേശക സമിതിയാണ് സഭാ സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ തീരുമാനിച്ചത്. മാർച്ച് 3, 4 തീയതികളിൽ സഭ ചേരും. പിന്നീട് മാർച്ച് 10 വീണ്ടും തുടങ്ങുന്ന സഭാ സമ്മേളനം 25 വരെയായി വെട്ടിച്ചുരുക്കാനും തീരുമാനിച്ചു. ഇതിനിടയിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന മാർച്ച് 13 ഇടയിൽ വരുന്ന ശനി, ഞായർ ദിവസങ്ങളിലും സഭാ സമ്മേളനമുണ്ടാകില്ല. NCPയിലെ പ്രതിസന്ധി. PC ചാക്കോ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മന്ത്രി AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് PC ചാക്കോ രാജിവെച്ചു. രാജിക്കത്ത് അദ്ദേഹം ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് അയച്ചു. സംസ്ഥാന കൗൺസിൽ യോഗം വിളിപ്പിച്ച് ചാക്കോയെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള പ്രമേയം കൊണ്ടുവരാനുള്ള
ശ്രമത്തിലായിരുന്നു ശശീന്ദ്രൻ വിഭാഗം. അതിനായി അവർ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ചാക്കോ അപ്രതീക്ഷിതമായി രാജി സമർപ്പിച്ചത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ചാക്കോ ആ സ്ഥാനത്ത് തുടരുമോ എന്നാണ് വ്യക്തമാകാനുള്ളത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ വെക്കാനുള്ള ചാക്കോയുടെ നീക്കങ്ങളാണ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായത്. മന്ത്രിമാറ്റത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തതോടെ ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഒടുവിൽ നിലനിൽപ്പിനായി തോമസ് കെ തോമസും ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിൽ നിന്നെത്തിയ ചാക്കോ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെടുകയായിരുന്നു. ജൂലൈയിൽ കമൽഹാസൻ രാജ്യസഭാംഗമാകും. നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു. ജൂലൈയിൽ സംസ്ഥാനത്ത് ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 4 സീറ്റുകൾ വിജയിപ്പിക്കാൻ DMK സഖ്യത്തിന് കഴിയും. ഇതിൽ 1 കമലിന് നൽകും. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നെങ്കിലും മക്കൾ നീതി മയ്യത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല. പകരം പിന്നീട് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. സുനിതയും വിൽമോറും മാർച്ചിലെത്തും. വാഷിംഗ്ടൺ. 8 ദിവസത്തെ ദൗത്യത്തിനായി ഭൂമിയിൽ നിന്ന് പോയി 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മാർച്ചിൽ തിരിച്ചെത്തും. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യത്തിൽ ഇരുവരും മടങ്ങിയെത്തുമെന്ന് നാസ അറിയിച്ചു. മാർച്ച് 12-നാണ് ക്രൂ 10 ദൗത്യം ISS-ലേക്ക് പുറപ്പെടുക. കേരളത്തിലെ സഹകരണ മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് ഇന്ന് മാതൃഭൂമിയിലെ പ്രധാന തലക്കെട്ട്. സഹകരിച്ചു, കുതിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ 2024-ൽ സഹകരണ ബാങ്കുകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് നിക്ഷേപത്തിൽ 2024-ൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് സർവ്വമേഖലകളിലും വളർച്ച നേടി. നിക്ഷേപത്തിൽ 2024-ൽ 20,721.79 കോടിയുടെ വർധനയുണ്ടായി. ബാങ്കുകളുടെയും അംഗങ്ങളുടെയും എണ്ണം കൂടി. നിക്ഷേപത്തിന് ആനുപാതികമായി വായ്പയും വർദ്ധിച്ചു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ എണ്ണവും ലാഭവും കൂടി. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവ കുറഞ്ഞെങ്കിലും അവയുടെ നഷ്ടം കൂടി. നിഷ്ക്രിയ സംഘങ്ങളുടെ പൂട്ടൽ ഭീഷണിയുള്ളവയുടെയും എണ്ണം കുറഞ്ഞു. അംഗങ്ങൾ വർദ്ധിച്ചത് 31 ലക്ഷം. മുൻ വർഷത്തെ അപേക്ഷിച്ച് സഹകരണ ബാങ്കിൽ അംഗത്വമുള്ളവരുടെ എണ്ണം കുത്തനെ കൂടി. 2023-ൽ 3.93 കോടിയായിരുന്നത് 4.24 കോടിയായി. 31 ലക്ഷത്തോളം അംഗങ്ങളുടെ വർധനയാണുണ്ടായത്. ഇന്ന് 3 ഡിഗ്രി വരെ ചൂട് കൂടും. തിരുവനന്തപുരം. വ്യാഴാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലയങ്ങൾ പുനർനിർമ്മിക്കാൻ 10 കോടി. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ 35.6 കോടിയുടെ പ്രഖ്യാപനങ്ങൾ. ഭൂമിയടക്കം ഓരോ വ്യക്തിയുടെയും ആസ്തി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നടപ്പാക്കുന്നതിന് 2 കോടിയടക്കം ബജറ്റിൽ 35.6 കോടി രൂപയുടെ അധിക വകയിരുത്തൽ. തോട്ടം മേഖലയിലെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാനും ലയം പുനർനിർമ്മിക്കാനുമായി 10 കോടി അനുവദിച്ചു. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. റവന്യൂ വകുപ്പിലെ സേവനങ്ങളും സ്മാർട്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ATM കാർഡ് മാതൃകയിൽ എല്ലാവർക്കും ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുക. 2026 ജനുവരിയോടെ മുഴുവൻ ഭൂവുടമകൾക്കും കാർഡ് ഉറപ്പാക്കാനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംരംഭമെന്ന് മന്ത്രി വ്യക്തമാക്കി. ടൂറിസം മേഖലയിലെ പദ്ധതികൾക്ക് വ്യവസായ പദ്ധതികളുടെ പദവി നൽകുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. പദ്ധതിക്കുള്ള അനുമതികൾ വേഗത്തിൽ നേടാനും വായ്പകൾക്കും ഇതുവഴി അനുകൂല സാഹചര്യമൊരുങ്ങും. വിലങ്ങാട് പ്രകൃതിക്ഷോഭ പരിഹാര പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കും. പ്രകൃതിക്ഷോഭത്തിനിരയാകുന്ന കർഷകരുടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കാൻ നടപടിയുണ്ടാകും.
ബന്ദികളെ വിട്ടില്ലെങ്കിൽ ആക്രമണം. നെതന്യാഹു. ചർച്ചകൾക്കായി ഹമാസ് സംഘം കൈറോയിൽ. ജെറൂസലേം. വെടിനിർത്തൽ കരാർ പ്രകാരം ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ആവശ്യത്തിന് സഹായമെത്തിക്കാതെ കരാർ ലംഘനം നടത്തിയതിനാൽ ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ആവർത്തിച്ച് ഹമാസ്. ശനിയാഴ്ചയ്ക്കകം മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗസയ്ക്കുമേൽ വീണ്ടും ആക്രമണ ഭീതി ഉരുണ്ടുകൂടുന്നതിനിടെ പുതിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത ശ്രമത്തിലാണ് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും. ചർച്ചകൾക്കായി ഹമാസ് സംഘം ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെത്തി. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഡൊണാൾഡ് ട്രംപ് ഗസയ്ക്കെതിരായ ഭീഷണി ആവർത്തിച്ചു. ശനിയാഴ്ചയ്ക്കകം ബാക്കി 70 ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഗസ വാങ്ങാനല്ല ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അബ്ദുള്ള രാജാവിനെ അരികിൽ നിർത്തി ട്രംപ് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. എന്നാൽ ഗസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഏറ്റെടുക്കുമോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അബ്ദുള്ള രാജാവ് പ്രതികരിച്ചില്ല. അതേസമയം ഗുരുതര രോഗബാധിതരായ 2000 കുട്ടികളെ ചികിത്സിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗസ നിവാസികളെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് പിന്നീട് അദ്ദേഹം എക്സിൽ കുറിച്ചു. ട്രംപിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞ ഹമാസ് കരാർ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് ഇരുകൂട്ടരുടെയും ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടി. ഭീഷണിയുടെ സ്വരം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂവെന്നും ഹമാസ് വക്താവ് സാമി അബു സുഹരി പറഞ്ഞു. മോദിയും മാക്രോണും കൂടിക്കാഴ്ച നടത്തി. വ്യാപാര നിക്ഷേപ ബന്ധം ശക്തമാക്കും. പാരീസ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര നിക്ഷേപ ബന്ധം ശക്തമാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും. ഇൻഡോ പസഫിക് മേഖലയിലും വിവിധ ആഗോള മേഖലകളിലും കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നും ഇരുവരും പ്രഖ്യാപിച്ചു. സാമൂഹിക, സാമ്പത്തിക, പരിസ്ഥിതി മേഖലകളിൽ പൊതുജന താൽപര്യങ്ങൾക്കുവേണ്ടി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും ഫ്രഞ്ച് നഗരമായ മാർസെയിലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങളും ആഗോള മേഖലാ വിഷയങ്ങളും പരാമർശ വിധേയമായതായി തുടർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യവും നേതാക്കൾ ഊന്നിപ്പറഞ്ഞു. രക്ഷാസമിതി ഉൾപ്പെടെ വിവിധ ആഗോള വിഷയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കും. രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ മാക്രോൺ പിന്തുണച്ചു. കൊടും ക്രൂരതകളുടെ കാര്യത്തിൽ വീറ്റോ ഉപയോഗം നിയന്ത്രിക്കാൻ ചർച്ചകൾ ഊർജിതമാക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഇന്ത്യ ഫ്രാൻസ് പ്രഖ്യാപനം, ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷം 2026 ലോഗോ എന്നിവയും കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ പുറത്തിറക്കി. ഇൻഡോ ഫ്രഞ്ച് സെന്റർ ഫോർ ദ ഡിജിറ്റൽ സയൻസസ് സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഫ്രാൻസിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ഡിജിറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയും തമ്മിൽ ഉദ്ദേശപത്രത്തിലും ഒപ്പുവച്ചു. വഖഫ് JPC റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ. കുറെ കൂടി കടുപ്പിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ പുതിയ കരട് വഖഫ് ബില്ലും റിപ്പോർട്ടിനൊപ്പം. വഖഫ് സ്വത്തുക്കൾക്കുമേൽ പിടിമുറുക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ബില്ലിലെ വിവാദ നിർദ്ദേശങ്ങൾക്ക് മേലൊപ്പു ചാർത്തിയ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വയ്ക്കും. ചെയർമാൻ ജഗദാംബിക പാൽ ആയിരിക്കും റിപ്പോർട്ട് സഭയിൽ വയ്ക്കുക. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കുറെ കൂടി കടുപ്പിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ പുതിയ കരട് ബിൽ അടങ്ങുന്നതാണ് JPC റിപ്പോർട്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള റിപ്പോർട്ടുകൾക്കൊപ്പം സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തെളിവുകളുമുണ്ടാകും. വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന്റെ പിടിയിലാക്കാനും നിരവധി വഖഫ് കൈമാറ്റങ്ങൾക്ക് വഴിവെക്കാനും നിമിത്തമാകുന്ന നിയമനിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് ഇതോടെ BJP ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. റിപ്പോർട്ട് സഭയിൽ വെച്ചുകഴിഞ്ഞാൽ JPC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതെന്ന് അവകാശപ്പെട്ട് 14 ഭേദഗതികൾ വരുത്തിയ ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഈ മാസം 3-നുള്ള ലോക്സഭാ അജണ്ടയിൽ ആദ്യം ഉൾപ്പെടുത്തിയിരുന്ന വഖഫ് JPC റിപ്പോർട്ട് സമർപ്പണം തലേന്നാൾ രാത്രി പൊടുന്നനെ പട്ടികയിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റിപ്പോർട്ട് വയ്ക്കുമെന്നായിരുന്നു അന്ന് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത്.
ബില്ലിനോട് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന NDA സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുവും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയും പിന്നീട് നിലപാട് മാറ്റി ബില്ലിനെ പിന്തുണയ്ക്കുകയായിരുന്നു. മണിപ്പൂരിൽ പ്രതിസന്ധി തുടരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള BJP നേതാവ് സാംബിത് പത്ര ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. സംസ്ഥാനത്തെ BJP MLA-മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ച N. ബിരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ ഇനിയും തീരുമാനമുണ്ടാകാത്തത് സംസ്ഥാനം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കുമോ എന്ന ആശങ്കകൾ ശക്തമായി. ആരും സർക്കാരുണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കാത്ത പക്ഷം ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. സ്ഥിതി ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിനാണ് സാധ്യത. 6 മാസത്തിലൊരിക്കൽ സഭാസമ്മേളനം ചേരണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുകയാണ് മണിപ്പൂരിന് മുന്നിലുള്ള പ്രതിസന്ധി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ഒടുവിൽ നിയമസഭ സമ്മേളിച്ചത്. നിലവിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 10 മുതൽ സഭ സമ്മേളിക്കാനിരുന്നത് ഗവർണർ അസാധുവായി പ്രഖ്യാപിച്ചിരുന്നു. പ്രണബ് മുഖർജിയുടെ മകൻ വീണ്ടും കോൺഗ്രസിൽ. കൊൽക്കത്ത. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ 4 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് തിരിച്ചെത്തിയത്. ജമ്മുകാശ്മീരിൽ MLA-യും AICC ജനറൽ സെക്രട്ടറിയും പശ്ചിമബംഗാൾ ഇൻചാർജുമായ ഗുലാം അഹമ്മദ് മിറിന്റെ സാന്നിധ്യത്തിലാണ് മുൻ MP-ക്ക് കോൺഗ്രസ് അംഗത്വം നൽകിയത്. വിദ്യാഭ്യാസത്തിൽ വിവേചനം പാടില്ല. സുപ്രീംകോടതി. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ വിവേചനം നേരിടരുതെന്ന് സുപ്രീംകോടതി. നഗരത്തിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിലേക്കും ആശുപത്രികളിലേക്കും പ്രവേശനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N. കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിദ്യാഭ്യാസ രംഗത്ത് വിവേചനമില്ലായ്മയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത്. NGO റോഹിംഗ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് പ്രതിനിധാനം ചെയ്ത് മുതിർന്ന അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കാരണം അറിയിച്ചില്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധം. സുപ്രീംകോടതി. ന്യൂഡൽഹി. അറസ്റ്റിന്റെ കാരണം പ്രതിയെ അറിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് ബാധ്യതയുണ്ടെന്നും ഇതിൽ വീഴ്ച വരുത്തിയാൽ അറസ്റ്റ് നിയമവിരുദ്ധമാകുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കേണ്ടത് ഔപചാരികതയല്ലെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്ന കർശനമായ വ്യവസ്ഥയാണെന്നും ജസ്റ്റിസുമാരായ അഭയ് S. ഓക്ക, N.K. സിംഗ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഗുരുഗ്രാം പോലീസ് രജിസ്റ്റർ ചെയ്ത അറസ്റ്റ് റദ്ദാക്കിയാണ് കോടതിയുടെ നടപടി. അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ലെന്ന് കോടതി വിലയിരുത്തി. അറസ്റ്റിന്റെ കാരണം ഏത് രീതിയിൽ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയം രേഖാമൂലം ഇത് കൈമാറുന്നതാകും ഉചിതമെന്നും കാരണം അറിയില്ലെന്ന ആരോപണം പിന്നീട് ഉയരാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. DYFI നേതാവിനെ കാപ്പ കേസിൽ നാടുകടത്തി. DYFI മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് മലയാലപ്പുഴ നല്ലൂർ വാഴവിളയിൽ വീട്ടിൽ ഇഡ്ഡലി എന്നറിയപ്പെടുന്ന ശരൺ ചന്ദ്രനെ കാപ്പ കേസ് ചുമത്തി ജില്ലയിൽ നിന്ന് 1 വർഷത്തേക്ക് നാടുകടത്തി. പിന്നാലെ കേസുകളിൽ ഉൾപ്പെടുന്നത് പാർട്ടിയിൽ വരാൻ തടസ്സമല്ലെന്നും കാപ്പ കേസിൽപ്പെട്ട പലരും നിരപരാധികളാണെന്നും സ്വാതന്ത്ര്യസമരകാലത്ത് ഗാന്ധിജിക്കെതിരെ പോലും കേസുകളുണ്ടായിരുന്നുവെന്നുമുള്ള വിചിത്രവാദവുമായി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി. BJP പ്രവർത്തകനായിരുന്ന ശരൺ ചന്ദ്രനും അനുയായികളും കഴിഞ്ഞ ജൂലൈയിലാണ് മന്ത്രി വീണ ജോർജിന്റെയും അന്നത്തെ CPM ജില്ലാ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ CPM-ൽ ചേർന്നത്. DYFI SFI പ്രവർത്തകരെ ആക്രമിച്ചതുൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺ ചന്ദ്രനെ CPM-ലെടുത്തത് അന്നേ വിവാദമായിരുന്നു. ശരണിനെതിരെ കാപ്പ നിലവിലില്ലെന്നും ഇത്തരത്തിൽ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നുമായിരുന്നു അന്നത്തെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. പാതിവില തട്ടിപ്പ് കേസുകൾ 600. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും.
പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് 600 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 350 എണ്ണം ക്രൈംബ്രാഞ്ചിന് ഇന്നു കൈമാറിയേക്കും. ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ പണം എങ്ങോട്ടാണ് പോയതെന്ന അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടങ്ങി. രണ്ടാം പ്രതി സായിഗ്രാം ഗ്ലോബൽ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം കോടതി പരിഗണിക്കും. അക്കൗണ്ടിൽ പണം സ്വീകരിച്ച അനന്തകൃഷ്ണനാണ് തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവുമെന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ അവകാശപ്പെട്ടിരുന്നത്. ആനന്ദകുമാറിന്റെ പങ്കിനെക്കുറിച്ച് പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് പകുതി നിരക്കിൽ ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് 2.96 കോടി രൂപ തട്ടിയെടുത്തുവെന്ന കേസാണ് പരിഗണിക്കുന്നത്. ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, KP സുമ, ഇന്ദിര, കോൺഗ്രസ് നേതാവ് ലാലി വിൽസൺ എന്നിവരാണ് മറ്റു പ്രതികൾ. വോട്ടിന് സൗജന്യം പാർട്ടികൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. മടി പിടിപ്പിക്കണോ എന്നാണ് ചോദ്യം. വോട്ട് നേടാൻ രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. സൗജന്യ റേഷനും പണവും ലഭിക്കുന്നതിനാൽ ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. രാജ്യവികസനത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി പരാധജീവികളുടെ വർഗത്തെ സൃഷ്ടിക്കുകയല്ലേയെന്ന് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഡൽഹിയിലെ വീടില്ലാത്തവർക്ക് താമസ സൗകര്യം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് AG മസീഹും ഉൾപ്പെടുന്ന ബെഞ്ച്. നിർഭാഗ്യവശാൽ ഈ സൗജന്യങ്ങൾ കാരണം ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറല്ല. ഒരു ജോലിയും ചെയ്യാതെ പണം ലഭിക്കുമെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. എന്നാൽ സത്യവാങ്മൂലത്തിൽ കക്ഷികൾ പറയുന്നത് ഇത്രയേറെ സൗജന്യങ്ങൾ നൽകണമെന്നാണ്. ജസ്റ്റിസ് ഗവായ് നിരീക്ഷിച്ചു. താൻ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്നും മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച സൗജന്യങ്ങൾ കാരണം കർഷകർക്ക് തൊഴിലാളികളെ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ സൗജന്യ വാഗ്ദാനങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജിയെത്തിയിരുന്നു. 2022 ഇത് പരിഗണിച്ച 2-അംഗ ബെഞ്ച് ഏതാനും നിർദ്ദേശങ്ങൾ നൽകുകയും വിഷയം 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു. ഇത് ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. മുണ്ടക്കൈ ഉരുൾ ദുരന്തം കാണാതായവരുടെ പട്ടിക അസാധാരണ ഗസറ്റിലൂടെ പുറത്തിറക്കി. 32 പേരെ മരിച്ചതായി കണക്കാക്കി ബന്ധുക്കൾക്ക് ആനുകൂല്യം നൽകും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ഉത്തരവിറക്കിയതിനെ തുടർന്ന് ഇവരുടെ പേരുവിവരങ്ങൾ സർക്കാർ അസാധാരണ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തി. ഇനിയും കണ്ടെത്താൻ കഴിയാത്ത 32 പേരെയാണ് മരിച്ചവരായി കണക്കാക്കി ബന്ധുക്കൾക്ക് സർക്കാർ ആനുകൂല്യം നൽകുക. ഔദ്യോഗിക കണക്കുപ്രകാരം ഇതുവരെ മരിച്ചത് 263 പേരാണ്. ജനിതക പരിശോധനയിലൂടെ 96 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ 6 ലക്ഷവും കേന്ദ്ര സർക്കാരിന്റെ 2 ലക്ഷവുമടക്കം 8 ലക്ഷം രൂപ വീതമാണ് ധനസഹായമായി ലഭിക്കുക. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി വയനാട് സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ചയാണ് സർക്കാർ അസാധാരണ ഗസറ്റ് പുറപ്പെടുവിച്ചത്. ശരീരഭാഗങ്ങളുടെ ജനിതക പരിശോധനയടക്കം നടത്തിയിട്ടും ഈ 32 പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇവരെപ്പറ്റിയുള്ള FIR മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ആക്ഷേപമുണ്ടെങ്കിൽ മാനന്തവാടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനു മുന്നിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ 30 ദിവസത്തിനുള്ളിൽ അറിയിക്കാം. ഇല്ലെങ്കിൽ ഇവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് ബന്ധുക്കൾക്ക് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗസറ്റിൽ പറയുന്നു. കിഫ്ബി റോഡുകളിൽ ടോൾ സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം നിയമസഭയിൽ സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയവെയാണ് ടോൾ എന്ന വാക്കുപയോഗിക്കാതെ യൂസർ ഫീയെ മുഖ്യമന്ത്രി അനുകൂലിച്ച് സംസാരിച്ചത്. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ അതുവഴി ലഭിക്കുന്ന വരുമാനം കൊണ്ടുതന്നെ കിഫ്ബിയുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാധ്യത തെളിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനാകും. ഇതോടുകൂടി ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.